ആർഎസ്എസിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യുഎസ് സർക്കാരിനോട് ശുപാർശ ചെയ്ത യുഎസ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡത്തിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യ. USCIRFന്റെ പരാമർശങ്ങൾ അപകീർത്തികരവും പ്രകോപനവും സൃഷ്ടിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നു. USCIRF പക്ഷപാതപരമായ നിലപാടുള്ള സംഘടനയാണെന്നും സ്വന്തം അജണ്ടകൾക്ക് അനുസരിച്ചാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും ജയ്സ്വാൾ ആരോപിച്ചു. ഇന്ത്യയുടെ ബഹുസ്വരമായ സാമൂഹ്യ ഘടനയും വിവിധ ഭാഗങ്ങൾക്കിടയിലെ സൗഹൃദപരമായ ബന്ധങ്ങളും ഉൾക്കൊള്ളാൻ USCIRF തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. സംഘടനയുടെ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ അകലം പാലിക്കുമെന്നും വ്യക്തമാക്കി. അമേരിക്കൻ ഫെഡറൽ സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര ഏജൻസിയാണ് USCIRF. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ US പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, കോൺഗ്രസ് അതോടൊപ്പം തന്നെ എന്നിവർക്ക് നയപരമായ ശുപാർശകൾ നൽകുകയും അവ നടപ്പാക്കുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് സംഘടനയുടെ ചുമതല. നേരത്തെ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും USCIRF വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു മാർച്ചിൽ പുറത്തുവന്ന വാർഷിക റിപ്പോർട്ടിലെ ശുപാർശ. പാകിസ്ഥാനിൽ ജനിച്ച അമേരിക്കൻ പൗരനും പാകിസ്ഥാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് USCIRF ചെയർമാൻ ആസിഫ് മഹൂദ്. നേരത്തെ RSS മേധാവി മോഹൻ ഭാഗവതിന്റെ US സന്ദർശനം വിലക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഇയാൾ തന്നെയാണ്. ഒക്ടോബർ 29 ന്യൂയോർക്കിൽ നടക്കുന്ന യൂണിവേഴ്സൽ വൺസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാനാണ് മോഹൻ ഭാഗവത് എത്തുന്നത്. RSS നേതാക്കൾക്ക് നയതന്ത്രപരമായ ആദരവുകൾ നൽകരുതെന്നും ആസിഫ് മുഹമ്മദ് ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളുമായി RSSുമായി ബന്ധപ്പെട്ട ഉപഭാഗങ്ങൾക്കാണ് ബന്ധമുണ്ടെന്നാണ് USCIRFന്റെ ആരോപണം. RSS നേതാക്കൾ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും അവർക്ക് ഉന്നതതല കൂടിക്കാഴ്ചകളോ നയതന്ത്ര പരിഗണനകളോ നൽകരുതെന്നാണ് USCIRF കമ്മീഷണർ ജിതിൻ മിൽസലും എക്സിൽ ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS അംഗമാണെന്ന് ആസിഫ് മഹൂദിന്റെ പരാമർശം മിൽസ് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനിൽ ജനിച്ച അമേരിക്കൻ പൗരനും പാകിസ്ഥാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആസിഫ് മഹമ്മൂദ് വലിയ തോതിൽ തന്നെ ഇന്ത്യക്ക് തലവേദനയാണ്. ഇയാൾക്കെല്ലാം പാർട്ടിയിലും ഉൾപ്പെട്ട് പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരുമായും അടുത്ത ബന്ധമുണ്ട്. USCIRFന്റെ പരാമർശങ്ങൾ അപകീർത്തികരവും പ്രകോപനം സൃഷ്ടിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരിക്കൽ കൂടി പറയുകയാണ്. USCIRF പക്ഷപാതപരമായ നിലപാടുള്ള സംഘടനയാണെന്നും സ്വന്തം അജണ്ടകൾക്ക് അനുസരിച്ചാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും ജയ്സ്വാൾ പറയുന്നു. ഇന്ത്യയുടെ ഭാഗ്യസ്വരമായ സാമൂഹ്യ ഘടനയും വിവിധ ഭാഗങ്ങൾക്കിടയിലെ സൗഹൃദപരമായ ബന്ധങ്ങളും മനസ്സിലാക്കാൻ USCIRF തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. സംഘടനയുടെ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ അകലം പാലിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.